I have a lot of double meaning talks with my boyfriends. I have a lot of double meaning talks with my boyfriends. അടുത്തിടെ പാലക്കാട് എം.എൽ.എ ആയ രമേശ് പിഷാരടിയുടെയും ശ്വേതാമേനോന്റെയും ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ രമേശ് പിഷാരടി ശ്വേതാമേനോനോട് വളരെ മോശമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഭർത്താവ് ബോംബെയിലാണെന്നും ഭർത്താവ് വൈകിട്ട് വരുമെന്നൊക്കെ ശ്വേത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് ഭർത്താവ് വന്നിട്ടാണോ പരിപാടി എന്നൊക്കെ രമേശ് പിഷാരടി വേറൊരു ആംഗിളിൽ സംസാരിക്കുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് രമേശ് പിഷാരടിയുടെ ഫോൺ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ശ്വേത ചിരിച്ചുകൊണ്ടാണ് പലതിനും മറുപടി അയച്ചത്. ഈ ഒരു സംഭവം വളരെ രീതിയിൽ രമേശ് പിഷാരടിക്ക് നെഗറ്റീവായി ഉണ്ടായെങ്കിലും ഇപ്പോൾ പലരും രമേശിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുവരികയാണ്. പ്രത്യേകിച്ചും ശ്വേതാമേനോന്റെ പഴയ ഒരു അഭിമുഖത്തിൽ ശ്വേത പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കിയതിനു ശേഷമാണ്. I have a lot of double meaning talks with my boyfriends. ഫ്രണ്ട് സർക്കിളിനിടയിൽ താൻ വളരെയധികം ഡബിൾ മീനിങ്ങോടെ സംസാരിക്കുന്ന വ്യക്തിയാണെന്നും വളരെ അഭിമാനത്തോടൊക്കെ പറയുന്ന രീതിയിലാണ് ശ്വേത ഈ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നത്. ഇതിനെയാണ് ഇന്ന് പലരും രമേശ് പിഷാരടിക്ക് അനുകൂലമായി എത്തിയിരിക്കുന്നത്. രമേശ് പിഷാരടിയും ശ്വേതാമേനോനും തമ്മിൽ നല്ല ഒരു ആത്മബന്ധവും സുഹൃത്തുക്കളുമായിരുന്നു. സ്റ്റേജ് പരിപാടികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടത്. ആ ഒരു പരിചയത്തിന്റെയും അടുപ്പത്തിന്റെയും പുറത്താണ് രമേശ് പിഷാരടി ഇങ്ങനെ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ ആ ഒരു ഫോൺ സംഭാഷണം ശ്വേതാമേനോൻ തന്നെ പരസ്യപ്പെടുത്തിയത് തനിക്ക് നല്ല ഇമേജ് കിട്ടാൻ വേണ്ടിയും പിഷാരടിയെ ഒന്ന് കരിവാരി തേക്കാൻ വേണ്ടിയും കാണിച്ച ഒരുതരം ചതിയായിട്ടാണ് പലരും ഇപ്പോൾ കമന്റ് ചെയ്യുന്നത്. പിഷാരടിയോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിഷാരടി തനിക്കൊന്നും പറയാനില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പരസ്പരം മാത്രം സംസാരിച്ച പല കാര്യങ്ങളും ശ്വേതാമേനോൻ ഓഡിയോ ക്ലിപ്പ് വഴി പുറത്താക്കിയത് വലിയ രീതിയിൽ ഒരു ചതി തന്നെയായിരുന്നു എന്നാണ് മുൻപ് പ്രതികരിച്ചിരുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.